വലിയ ജയഭേരിക്ക് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് അസാധാരണമായ പ്രതിസന്ധിയുടെ നടുക്കയത്തിലാണ്. മിന്നുന്ന ഭൂരിപക്ഷം ലഭിച്ച മുന്നണിയെ ആര് നയിക്കണമെന്നതാണ് ചോദ്യം. ഹൈക്കമാൻഡിന്റെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോഴും അവ്യക്തതകൾ ബാക്കിയാണ്. എംഎൽഎമാരുടെ പിന്തുണ KC വേണുഗോപാൽ ഉറപ്പിക്കുമ്പോഴും സംസ്ഥാനത്ത് ജനവികാരം ശക്തമായി VD സതീശനൊപ്പം എന്ന സൂചനകൾ പല മട്ടിൽ പുറത്തുവരുന്നു. സീനിയോറിറ്റിയുടെ കളത്തിൽ രമേശ് ചെന്നിത്തലയും നിറയുന്നു. MLA അല്ലാത്തൊരാൾ എന്തിന് ആനയിക്കപ്പെടുന്നു എന്ന ചോദ്യവും ബലപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ജനങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ്, ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. 3 കോൺഗ്രസ് നേതാക്കളുടെ പേരുകളിൽ ചുറ്റിത്തിരിയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച. പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. PT സതീശൻ ഉറപ്പ്. മറ്റവനെന്തിനാ KC വേണുഗോപാൽ കേന്ദ്രം പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ സംസാരിക്കാനൊക്കെ വരുന്നു. അവനൊരു സ്ഥാനത്തിരിക്കുന്നു. ഇവിടെ ഇത്രയും പ്രവർത്തിച്ചൊരാൾക്ക് കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? VD സതീശനായിരിക്കും കാര്യം മുഖ്യമന്ത്രിയാണ്. പിന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണോന്ന് ആഗ്രഹം. VD സതീശൻ പുള്ളിയുടെ ഭരണം ഇതുകൊണ്ട് എളിമകൊണ്ടല്ലേ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്നത്. പുള്ളി നല്ല നമുക്ക് ആഗ്രഹം KC വേണുപോലെ. ആരും ഇച്ചിരി കൂടെ പക്വത നമുക്ക് തോന്നുന്ന കേസില്ല. മാന്യത ഇച്ചിരി സംയമനമായിട്ടുള്ള പരിപാടിയിലൊക്കെ കേസില്ല ഞാൻ കാണുന്നത്. എൻ്റെ വ്യക്തിയുടെ വിഷയം രമേശ് ചെന്നിത്തലയാണെങ്കിൽ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പുള്ളി നല്ലത്. പുള്ളി ആവണമെന്ന് ആഗ്രഹം. പുള്ളി ആവണമെന്നാ. ആരായാലും നല്ല ഭരിച്ചാൽ മതി. എന്നാലും ആരാവണമെന്ന് ആഗ്രഹം? ആരാകണം? ചെന്നിത്തല ആകണമെന്ന ഒരാഗ്രഹം. എനിക്ക് 3 പേരിൽ ആരായാലും കുഴപ്പമില്ല. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായമേ ഇല്ല. ആരാണ് അവരെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് അവരൊന്നുമില്ല. അവരുടെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പോലെ ഉള്ളൂ. പിന്നെ ചാൻസ് കൂടുതൽ എനിക്ക് പറയാനുള്ള ചെന്നിത്തല വരാനാണ് ചാൻസ്. കാരണം ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ സതീഷിൻ്റെയും ചാൻസ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുള്ള് കൊണ്ടുവന്നതും സതീഷിനാണ്. ഈ ചർച്ച കോൺഗ്രസിന് ഗുണകരമോ? കോട്ടയത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ കാണാം. സതീശൻ നല്ല ആളാണ്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ്. ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് മറ്റൊരു സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. VD സതീശൻ അല്ല, ഇന്നലെ അവിടുന്ന് വന്ന ഒരാൾക്ക് വേണ്ടി കൊയ്യാൻ പറ്റുമോ? വിതച്ചയാൾ കൊയ്യട്ടെ. VD സതീശൻ. VD സതീശനാവണമെന്നുള്ള അതല്ല, പുള്ളിയല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ചാൻസ് കൊടുക്കണ്ടേ? രമേശ് ചെന്നിത്തലയാണെന്നാണ്. പുള്ളിയാണല്ലോ ഒന്നുകൂടെ വല്ല സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, അതുകൊണ്ട് പുള്ളിയാണെന്ന്. ഇച്ചിരി ശക്തമായ ഒരു പ്രതികരണവും നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി VD സതീശൻ തന്നെയായിട്ട് തോന്നുന്നത്. അതിപ്പോൾ ശരിയായതല്ല. പൊതുവെ എല്ലാവരും അധികാരഭൂമികളാണല്ലോ. നമുക്ക് സതീശനാകണം. KC വേണു. KC വെറുതെ ഒരു ഇലക്ഷൻ വീണ്ടും അവിടെ നടക്കുമല്ലേ. തൃശ്ശൂരിലെ വോട്ടർമാരുടെ പ്രതികരണം തേരാം. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. VD സതീശൻ എന്താ അങ്ങനെ തോന്നാൻ? അയാൾ തന്നെയല്ലേ ഡിസർവ് ചെയ്യാനുള്ള ആള്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡിസർവ് ചെയ്യാനുള്ള ആള്. പാർട്ടി KC വേണുഗോപാൽ ആവണമെന്നാണ് അഭിപ്രായം. അപ്പോൾ കൂടുതൽ പേരും നാളെ പറ്റി നല്ല തന്നെ പറഞ്ഞോണ്ടിരിക്കുക. കേട്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാവരും നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് കമൻസ് അങ്ങനെ കമ്മിയാണ് കേൾക്കുന്നത്. VD സതീശനാവേണ്ടതാണ്. ആള് പ്രതിപക്ഷ നേതാവായി ഇരുന്നോടുന്ന ആളെ ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരാരായിരിക്കില്ല, പുതിയ ഒരാളായിരിക്കും. ആരായാലും ഒരു കാര്യമില്ല, നമ്മൾ പണിയിട്ട് നമുക്ക് കഞ്ഞി പിടിക്കാം. നമ്മൾക്ക് ആരൊന്നും തരുന്നില്ല കൊണ്ടു. ആരെങ്കിലും ആയിക്കോട്ടെ. VD സതീശനാവാൻ സാധ്യതയുണ്ട്. അല്ല, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ കോൺഗ്രസ് വിഭാഗം നല്ല രീതിയിൽ വർക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സതീശനാവട്ടെ. സതീശനിപ്പോൾ നല്ല കുഴപ്പമില്ലാണ്ട് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. ആൾ നിൽക്കട്ടെ. ഇക്കണ്ട കാലത്തെ കാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ VD സതീശൻ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്. ജനങ്ങൾക്കും മൊത്തത്തിൽ നല്ലൊരു വ്യക്തിയാണ് അഭിപ്രായത്തിൽ. VD സതീശനാവുക എന്നുള്ളതാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് അതിശക്തമായ ജില്ലയാണ് തൃശ്ശൂർ. പക്ഷേ ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് തൃശ്ശൂർ ജില്ലയിലെ വോട്ടർമാർ VD സതീശന് പിന്തുണ നൽകുന്നത്. രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.